താട്ടുകുളത്ത് നിന്ന് കൗൺസിലർ കലാരാജു നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീമതി കലാരാജു, നമസ്കാരം. നമസ്കാരം. ഇന്നലെ ശരിക്കും എന്താ പറ്റിയത്? കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. നമ്മൾ ഇന്നലെ അവിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു. കോടതിയുടെ ഉത്തരവും ഉണ്ടായിരുന്നു നമുക്കതിനകത്ത് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളവിടെ വന്ന് ഇറങ്ങിയ ആ സമയത്ത് നമ്മളെ അവർ തടയാൻ വേണ്ടി വളരെ ഹീനമായ രീതിയിൽ പേരെടുത്ത് പറയാൻ നമ്മുടെ ഒപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വനിതാ സഖാക്കൾ നമ്മളെ പുരുഷന്മാരുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും നമ്മളെ ഒരു വനിത എന്നുള്ള നിലയിൽ അവരെൻ്റെ മുടിക്കുത്തിന് ചുറ്റിപ്പിടിച്ച് ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് പെരുമാറിയത്. അപ്പോൾ നമ്മളെ അകത്തോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടി ഇത്രയും പോലീസ് സന്നാഹവും ഈ കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നിരിക്കെ നമ്മളോട് പിന്നെ അകത്തേക്ക് കടത്തിവിടാത്ത രീതിയിൽ അവർ തടയുകയാണ് ഉണ്ടായത്. ശരിക്കും നമുക്ക് ശാരീരികമായ ഉപദ്രവങ്ങളേറ്റു. ശ്രീമതി കലാരാജു, കൂടെ നിന്നിട്ട് കാലുവാരി അതിലുള്ള ഒരു ദേഷ്യം കാണിച്ചതാണോ അവർ? കൂടെ നിന്നിട്ട് കാല് വാരിയെങ്കിൽ അവർക്കതിൻ്റെ കൃത്യമായ ഇതുണ്ട്. കാരണം നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്ന, അതായത് വേറെ ഒന്നുമല്ല, അവർ വളരെ വൃത്തികെട്ട രീതിയിലാണ് എന്നോട് പെരുമാറിയത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും പിന്നെ വഴിവിട്ട ഒരു കാര്യത്തിനല്ല ഞാൻ CPM സമീപിച്ചത്. നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യം, ഒരു ഫാർമേഴ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട് ആണ് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. കോവിഡ് വന്ന എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത്. അപ്പം ബാങ്ക് സെറ്റിൽ ചെയ്തതും എൻ്റെ തറവാട് വിറ്റ് ബാങ്കിൽ സെറ്റിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേയേറെ സംശയങ്ങളുണ്ടായിരുന്നു. അവർ വളരെ 10 ലക്ഷം എന്നുള്ളത് ഈ കോവിഡ് വന്ന് മരണപ്പെട്ട ആ വ്യക്തിയുടെ പേരിൽ നിന്നും എൻ്റെ പേരിലേക്ക്, എൻ്റെ ഭർത്താവാണത്, പേരിലേക്ക് മാറ്റി വന്ന് 22 ലക്ഷം രൂപ എന്നിൽ നിന്ന് 22.5 ലക്ഷം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞാനതിനെ ഇതെന്താണ്, നമ്മൾ പാർട്ടി ഭരിക്കുന്ന ബാങ്ക്, പിന്നെ കോവിഡ് വന്ന് മരിച്ച ആളുകൾക്ക് സർക്കാർ കൂടെ സഹായമായിട്ട് നിന്ന സമയത്ത് അതെന്താണ് അങ്ങനെ എടുത്തത്, അതിനകത്ത് ന്യായമുണ്ടോ എന്നറിയുന്ന ഒരു സംശയത്തിന് വേണ്ടിയാണ് ഞാനൊരു സംശയം ബ്രാഞ്ച് സമ്മേളനത്തിന് ഉന്നയിച്ചു. അല്ലാതെ നമ്മൾ കൂടെ നിന്ന് കാല് വാരിയതല്ല. കൂടെ നിന്നവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ. വനിത എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്നെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടല്ലോ. കലാരാജു, ഇന്നലെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ, അതായത് ആ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പോയത് CPIM-നെതിരെ അല്ലെങ്കിൽ അവിടെ ഭരണപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യാനല്ലേ പോയത്? അത് നമ്മളുടെ നിലപാട് നമുക്ക് എപ്പോഴും സ്വതന്ത്രമായിട്ട് വ്യക്തമാക്കാമല്ലോ. നമ്മുടെ നിലപാട് എപ്പോഴും വ്യക്തമാക്കാലോ. അതെ, തീർച്ചയായും അത് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അപ്പോൾ പുറത്തേക്കാണ് കലാരാജു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് സംഘടിച്ചു വരികയായിരുന്നു. അതെ, അതാവണമല്ലോ. അതിന് വേറെ എന്തെല്ലാം മാർഗമുണ്ട് മാഡം. അല്ലാതെ നമ്മൾ ഒരു സ്ത്രീയെ പൊതുജനമധ്യത്തിൽ വസ്ത്രാക്ഷേപം നടത്തുന്നതാണോ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? അല്ലല്ലോ. അതിനൊക്കെ ഈ വനിതാ കൗൺസിലർമാർ ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ടാണോ? അതെ, അതാണല്ലോ അവരുടെ നയം. വനിതാ കൗൺസിലർമാരാണ് എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മുഖത്തടിച്ച് മുടിക്കുത്തിന് പിടിച്ച് വലിച്ച് പുരുഷന്മാരുടെയിലേക്ക് ഇട്ട് കൊടുത്ത് അവരെ വലിച്ച് വണ്ടിയെ കയറ്റടാന്നൊക്കെ ആക്രോശിക്കുന്നത് ഞാൻ കേട്ടു. വൈസ് ചെയർമാൻ, അത് ചെയർപേഴ്സൺ വനിതയാണ്, ശ്രീമതി വിജയശിവനുണ്ട്. വനിതാ കൗൺസിലർമാർ എല്ലാവരും തന്നെയുണ്ട്. CPM-ൻ്റെ വനിതാ പ്രവർത്തകരുണ്ട്. പിന്നെ അരുൺ അശോകൻ ആണ് എൻ്റെ സാരിയുടെ വലിച്ച് അഴിച്ച്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊന്ന് മാറണമായിരുന്നു. കാരണം നമ്മളെ വിവസ്ത്രയാക്കി റോഡ് നിർത്തുന്നത് ആത്മഹത്യാപരമല്ലേ മാഡം? ഉറപ്പായും ഈ ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് വൈസ് ചെയർമാൻ ആക്രോശിക്കുന്നത് അതിനുള്ള മാർഗം എന്ന് പറയുന്നത് വൈസ് ചെയർമാനും CPM-ൻ്റെ ലോക്കൽ സെക്രട്ടറി ശ്രീ ഫെബീഷ് ജോർജും അവളെ കൊന്നുകളയട എന്നൊക്കെ ആക്രോശിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. വളരെ വ്യക്തമായിട്ട്, വളരെ അത് നമുക്ക് ഇത് ചാനലുകളിൽ കൂടെ വ്യക്തമാണ് അവർ പറയുന്നത്. ആരുടെ കാറിലാണ് കലയെ കയറ്റിയത്? തിരക്കിനിടയ്ക്ക് ഈ ചെയർപേഴ്സൻ്റെ വാഹനം. അപ്പം ശരിക്കും നമ്മൾ ഈ തിരക്കിനിടെ കാണുന്നില്ലല്ലോ. ഒരു വണ്ടി വന്ന് നിൽക്കുന്നു, അവളെ വലിച്ചെറിയടാ വണ്ടിയിലേക്കെന്ന് പറയുന്നു. ആരൊക്കെയോ ചേർന്ന് നമ്മളെപ്പം നമ്മൾ വണ്ടി കയറി ഇരിക്കാനല്ലല്ലോ നോക്കും, നമ്മൾ വസ്ത്രം പോകാതിരിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം വലിച്ച് അവർ ഉന്തി. അരുണാശോകൻ, DYFIയുടെ അരുണാശോകനാണ് വണ്ടി എടുത്തത്. പിന്നെ
അവനാണ് ആ വണ്ടി ഓടിച്ചത്. അത് വിജയാശിവന്റെ വണ്ടിയാണോ? ഞാനൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ചെയർപേഴ്സൺ വിജയാശിവന്റെ വണ്ടിയിലേക്കാണോ കലയെ തള്ളി കയറ്റിയത്? ചെയർപേഴ്സൻ്റെ വണ്ടിയാണ്. ഇപ്പം ഞാനതിൻ്റെ നെയിം ബോർഡ് കണ്ടില്ല. ചെയർപേഴ്സൻ്റെ വണ്ടിയാണെന്നാണ് അവിടെ കൂടി നിന്ന് ആളുകൾ വ്യക്തമാക്കിയത്. കാരണം എനിക്ക് ചെയർപേഴ്സൻ്റെ പേര് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമല്ലല്ലോ. അപ്പം ഉന്തി എന്നെ വണ്ടിയിലേക്ക് കയറ്റുന്നു. വണ്ടി ഓടിച്ചത് അരുൺ അശോകനാണെന്നുള്ളത് കമ്മിറ്റി ഓഫീസിലേക്കാണ് കൊണ്ടുപോയത്. കണ്ടു. മറ്റേ എൻ്റെ കാല് ഡോറിൻ്റെ ഇടയിൽ വെച്ച അമ്മക്കി. അന്നേരം ഞാൻ ഇവൻ്റെ കാലെന്ന് പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ വെട്ടി തരാടി നിൻ്റെ കാലെന്ന് ആ പയ്യൻ പറഞ്ഞു എന്നോട്. ആരാ പറഞ്ഞത്? ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പയ്യൻ. അവനെ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. അത് എവിടെയുള്ള കുട്ടിയാന്ന് പോലും. പക്ഷെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും ആളെ. ഇനിയും കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ പയ്യനാണ് പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടെങ്കിൽ നിൻ്റെ കാല് വെട്ടി തന്നേക്കാടിയെന്ന്. ഏതോ 10-20 വയസ്സ് പോലും ഇല്ലാത്തൊരു പയ്യനാണ് അങ്ങനെ പറഞ്ഞത് എന്നോട്. അതിനുശേഷം ഈ വാഹനത്തിൽ കയറ്റി ഈ കൂടെ ആരൊക്കെ കയറി? വനിതാ കൗൺസിലർമാർ കയറിയിരുന്നോ? ഇല്ല, ആരും കയറിയില്ല. വനിതാ കൗൺസിലർമാർ എന്നെ അവർ തട്ടി കഴുത്തിന് കുത്തിപ്പിടിച്ച് മുടിക്കുത്തിന് പിടിച്ച് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവരാരും കൂടെ കയറിയിട്ടില്ല. വാഹനത്തിൽ ഈ രണ്ട് പുരുഷ സഖാക്കളാണ് എന്നെ അരുൺ അശോകൻ, കലാരാജു, പിന്നെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? വേറൊരു പയ്യൻ ഉണ്ടായിരുന്നു. ആ പയ്യൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവനാണ് പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ ഇല്ല അവര് ഞാൻ ഏരിയ കമ്മിറ്റി ഓഫീസ് ചെല്ലുന്നതിന് മുമ്പേ അവരവിടെ ചെന്നു. പക്ഷേ എന്നെ മുറിയിലേക്ക് വാതിലടച്ച് അവർ ആക്രോശിക്കുകയായിരുന്നു. കാരണം നമ്മളെ ഇപ്പം മാനം കെടുത്തി മനസ്സും തകർക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം. അതാണല്ലോ നഗരസഭയിൽ നിന്ന് കല ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് കലയെ ഇവിടെ ഈ യോഗം നടക്കുന്ന സ്ഥലത്ത് നിന്ന് 10-20 കൂടി വാഹനത്തിൽ കയറ്റുന്നു. അരുൺ അശോകൻ ഓടിക്കുന്ന ആ വാഹനത്തിൽ നേരെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് കലയെ കൊണ്ടുപോകുന്നത്. അതെ, അവിടെ ആ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഒരു മുറിയിലിട്ട് അടച്ചു. ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലയെ എത്തിച്ചതിന് ശേഷം ഈ വൈദ്യപരിശോധന നടത്തുന്ന ഒരു ദൃശ്യം രതീഷ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. രതീഷിന്റെ ഫേസ്ബുക്കിൽ കണ്ടു. അവർ CHSC തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയിലെ ഹോസ്പിറ്റലാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡോക്ടർ വന്നു. അപ്പോൾ എനിക്ക് പൾസ് റേറ്റ് കൂടുതലായിരുന്നു, BP കൂടുതലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറിന് റിലാക്സ് ചെയ്യുക എന്നാണ് പറഞ്ഞത്. അല്ലാതെ എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞില്ല. കാരണം അത് കഴിഞ്ഞ് ഇവർ പോയി നോക്കിയിട്ട് വന്ന ഒരു ഓയിൽമെൻറ്റിന് എഴുതി മേശപ്പുറത്ത് ആ പേപ്പർ വെച്ചിട്ട് ഡോക്ടർ പോയി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ദേഹാസ്വസ്ഥ ഉണ്ടായി, നെഞ്ചിന് പ്രയാസം ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നെഞ്ചുവേദന എടുക്കുമെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു കഴിയട്ടെ എന്ന്. അവിശ്വാസത്തിൻ്റെ ടൈം കഴിഞ്ഞിട്ട് ഇറക്കി വിടാമെന്നാണ് അവർ പറഞ്ഞത്. അവിശ്വാസത്തിൻ്റെ ടൈം കഴിഞ്ഞിട്ട് 4 മണിക്ക് ശേഷം കുട്ടികൾ പോലീസ് ഞാൻ ചോദിക്കട്ടെ, അതായത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ അവിശ്വാസ പ്രമേയത്തിൽ നിന്നും വിട്ടുനിൽക്കുക എന്ന LDF തീരുമാനത്തിന്റെ ഭാഗമായി പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൗൺസിലർമാർ കേന്ദ്രീകരിച്ചു എന്നാണ് PB രതീഷ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന PB രതീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നതാണ്. കലാരാജുവിനൊപ്പം ഏരിയ കമ്മിറ്റി ഓഫീസിൽ എല്ലാ കൗൺസിലർമാരും ഉണ്ടായിരുന്നു. LDFന്റെ കൗൺസിലർമാരുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു യോഗമാണോ അവിടെ നടന്നത്? LDFന്റെ കൗൺസിലർമാർ തന്നെ അല്ലായിരുന്നല്ലോ. 13 കൗൺസിലേഴ്സ് അല്ലായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്ന. CPMന്റെ DYFI പ്രവർത്തകർ, CITUവിൻ്റെ ആളുകൾ, അവരുടെ ചുമട്ടുതൊഴിലാളികൾ, അങ്ങനെ വലിയൊരു സംഘം അവിടെ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ CPMന്റെ 12 കൗൺസിലർമാരല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ കരുതിക്കുട്ടി തന്നെയാണ് നമ്മളെ പുറത്തേക്ക്. ഞാൻ ചോദിക്കുന്നത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. രതീഷ് ഈ പറഞ്ഞതുപോലെ കൗൺസിലർമാർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവർ അവിടെ നിൽക്കട്ടെ, കലയ്ക്കൊപ്പം ബാക്കി കൗൺസിലർമാരും അവിടെ ഉണ്ടായിരുന്നു. അവർ പക്ഷേ നമ്മളോട് ഹർട്ട് ചെയ്താണ് സംസാരിച്ചത്. അവർ നമ്മളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് ഒരാളുടെ നേരെ ഒരു അടിച്ചവളുടെ കാരണം പൊട്ടിക്കുക. ഇങ്ങനെയുള്ളവർ ഇരിക്കാത്തതാണ് നല്ലത്. അടിച്ചവളുടെ കാരണം പൊട്ടിക്കുക. പിന്നെ നീ അത്തരക്കാരിയല്ലേ. അപ്പം അതായത് നമ്മളൊരു സഹപ്രവർത്തകയായ ഒരു കൗൺസിലറോട് പറയേണ്ട രീതിയിലുള്ള സംസാരമല്ല. അവർക്ക് എന്നെ പേര് വിളിച്ച് സംബോധന ചെയ്യാമായിരുന്നു. എടി പോടി. അതുപോലെ തന്നെ അവൾ പണ്ടേ കൊള്ളിയല്ല എൻ്റെ കയ്യിൽ എന്തൊക്കെയോ ചെയർപേഴ്സൺ വളരെ തരംതാണ രീതിയിലാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചെയർപേഴ്സൺ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയത്.
അതായത് 4:30 വരെ അവിടെ ഉണ്ടായിരുന്നു. അവിശ്വാസത്തിന്റെ സമയം കഴിയുന്നത് വരെ കല. അപ്പോൾ ഇതാണ് ഒരു കാര്യം, അതായത് അവിശ്വാസ പ്രമേയത്തിന്റെ സമയം കഴിയുന്നത് വരെ കലയെ അവിടെ കസ്റ്റഡിയിൽ വെച്ചു. അതെ. അതിനുശേഷം അവർ അപ്പോൾ പറഞ്ഞു, UDF പ്രവർത്തകർ പറഞ്ഞു പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെ ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഹോസ്പിറ്റലൈസ് ഇല്ല, മക്കളോട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. മക്കൾ പക്ഷെ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർക്ക് എത്രയാണെങ്കിലും അവരുടെ അമ്മയെ പൊതുജന മധ്യത്തിൽ ഇത്രയും ഹർട്ട് ചെയ്തപ്പോൾ അവർ ഒരിക്കലും അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അവരെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ച് അവരെ സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അമ്മയെ ഞങ്ങൾക്ക് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ കൊണ്ടെത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പം വീടിൻ്റെ താക്കോല് കുട്ടികളുടെ കയ്യിലായിരുന്നു. അവർ വീട്ടിൽ കൊണ്ടുവന്ന് അവരെ കസേര ഇരുത്തിയപ്പോഴത്തേന് പോലീസുകാർ വന്നു പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മൊഴിയെടുക്കൽ പിന്നെ അങ്ങനെ എന്താ അവർ ഒരു ബ്ലഡ് എടുത്തു. അവരുടെ കയ്യിൽ ഒരു ഇതുമില്ല, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, അപ്പോൾ ആ ബോട്ടിലൊക്കെ യൂറിനൊക്കെ എടുക്കണമെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ എൻ്റെ മോനെ കൊണ്ട് അവർ വാങ്ങിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്തത്. കലാരാജു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആ പരിശോധനയുടെ വീഡിയോ ഞാനൊന്ന് കാണുകയായിരുന്നു. അത് ഏരിയ കമ്മിറ്റി ഓഫീസല്ലേ, കുറേ ബുക്കുകളൊക്കെയുള്ള ഒരു 2 അലമാരയുടെയൊക്കെ ഇപ്പുറത്തൊരു ചുവന്ന കസേരയിൽ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ആ ദൃശ്യം അത് ഏരിയ കമ്മിറ്റി ഓഫീസ് തന്നെയല്ലേ? അപ്പോൾ അവിടെ ആ ഒരു പിങ്കും പച്ചയും ഒക്കെയുള്ള ചുരിദാറിട്ട 2-3 സ്ത്രീകളെ കാണാം. അവരൊക്കെ കൗൺസിലർമാരാണോ? അല്ല, അവരൊക്കെ പിന്നെ മഹിളാ അസോസിയേഷൻ്റെ ആളുകൾ. അവരുടെയൊക്കെ തന്നെ അല്ലായിരുന്നു, പുറത്തുനിന്ന് ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചത്. വളരെ മോശമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. വന്ന ആളുകളെല്ലാം കലാരാജുവിനെ അസഭ്യം പറയുകയായിരുന്നു. അതെ. അപ്പോൾ ഇനി എന്താണ് തീരുമാനം? ഇത്രയും അസഭ്യം പറഞ്ഞ ഇത്രയും അസഭ്യം പറഞ്ഞ പിടിച്ചുകൊണ്ടുപോയ പൊതുജന മധ്യത്തിൽ അപമാനിച്ച പാർട്ടിക്കൊപ്പം തുടരുന്നുണ്ടോ? എനിക്കത് ആലോചിക്കണം. കാരണം പിന്നെ സ്ത്രീയുടെ മാനത്തിന് വില പറയുന്ന ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കണമെന്ന് എനിക്കൊന്ന് ആലോചിക്കണം. എന്നിട്ട് ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം സഹായിക്കാനെത്തിയത് മാത്യു കുഴൽനാടൻ അടക്കമുള്ള ആളുകൾ നിലനിൽപ്പിന് വേണ്ടി അവരെന്തും പറയുമല്ലോ. മാത്യു കുഴൽനാടൻ, അബിൻ വർക്കി അവരാണ് എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. കോൺഗ്രസിലേക്ക് പോവുകയാണോ? അവരാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. നമുക്കതാണ് ഞാൻ പറഞ്ഞത്, നമുക്കത് ആലോചിക്കണം. കാരണം നമുക്ക് ഇപ്പോൾ 25 വർഷം അവരുടെ കൂടെ നിന്നിട്ട് നമ്മളൊരു പരാതി പറഞ്ഞപ്പോൾ അതിന് ഇത്രയും റിയാക്ഷൻ ഉണ്ടായപ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്താ പ്രൊട്ടക്ഷൻ ഉള്ളത്? അപ്പോൾ ഞാനിപ്പോൾ ഒരു വിധവയായ സ്ത്രീയാണ്. അപ്പോൾ എനിക്ക് 2 കുട്ടികൾക്കും പ്രൊട്ടക്ഷൻ വേണമല്ലോ ജീവിതത്തിൽ. അപ്പോൾ അത് നമുക്കിപ്പം വളരെ സംശയമാണ്. അത് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്. ഇപ്പോൾ മക്കൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പരാതി കൊടുത്തത്. അതിലിപ്പോൾ ആരാണ് പ്രതിസ്ഥാനത്ത് വരിക എന്നുള്ളതൊക്കെ കലാരാജുവിന് അറിയാമല്ലോ. പേടിയുണ്ടോ? പേടി എന്തിനാ പേടി? കാരണം ഇത്രയും സംഭവങ്ങൾ നടന്നത്, പേടിച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ പേടി എനിക്കില്ല. പാർട്ടിക്കെതിരെ പോരാട്ടം നടത്താൻ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയുമെന്ന് കരുതുന്നുണ്ടോ? നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അതിൻ്റേതായ രീതിക്ക് നമുക്ക് ചെയ്യാം. എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ ശാരീരികമായും മാനസികമായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് എനിക്കൊന്നും കൂടെ ആലോചിച്ചിട്ടാണ് ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ. വ്യക്തമായി അപ്പം ഞാൻ അറിയിക്കും എന്താണ് ഞാനെടുത്ത തീരുമാനം. കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ആശുപത്രിയിൽ, കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിലൊക്കെ ആയിരുന്നു. മാത്രമല്ല നേതാക്കൾ മാത്യു കുഴൽനാടൻ അടക്കം ഒപ്പമുണ്ടായിരുന്നു. അവരൊക്കെ തന്ന ഉറപ്പ് എന്താണ്? സംരക്ഷണ ഉറപ്പ് നൽകിയിട്ടുണ്ടോ? കാരണം നമ്മൾ കുത്താട്ടോളം CHC ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഡോക്ടർ വന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാവാതെ നമ്മളവിടെ വെറുതെ അവിടെ കിടന്നാൽ നമുക്ക് ശരിക്കും അന്നേരമായിരുന്നു എനിക്ക് ഭയം തോന്നിയത്. കാരണം അവരുടെ ഒരു അണ്ടറിൽ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിയത്. നമുക്ക് ശരിക്കും അവിടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു ഉള്ളിൽ. കാരണം അത്രയും സമയം 6:30-7 മണി 6:30 മറ്റേ ആയി തോന്നുന്നു. അത്രയും സമയം നിന്നിട്ട് പോലും ആരും ഒരു ഡോക്ടർ വരികയോ അല്ല ആ സമയത്തൊന്നും വരികയോ എന്തെങ്കിലും അവർ പ്രഷർ നോക്കി, പ്രഷറുണ്ട് അങ്ങനെ, അതല്ലാതെ അവർ യാതൊരു വിധത്തിലുള്ള നമുക്ക് തന്നിട്ടില്ല, ട്രീറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടില്ല.
അപ്പം ഇത്രയും ഉപദ്രവിച്ച് ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവന്നപ്പോൾ നമുക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോലും നമുക്കൊരു ഇത് പ്രൊട്ടക്ഷൻ തരാതെ ഇരിക്കുന്നവരുടെ അടുത്ത് നമ്മൾ പിന്നെ അവിടെ കിടന്നിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും കിട്ടുമെന്ന് തോന്നിയില്ല. ഞാനതാണ് ചോദിച്ചത് ശ്രീമതി കലാരാജു, ആശുപത്രിയിൽ അതായത് അവരുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് ഏത് സമയവും കടന്നു വരാൻ കഴിയുന്ന ഒരു ആശുപത്രിയിൽ നിന്ന് മാറാൻ കലാരാജുവിന് അധികം ആലോചിക്കേണ്ടി വന്നില്ല. അവർക്കൊപ്പം ഇനി തുടരുന്നത് അത് കലയുടെ ജീവനൊരു ഭീഷണി ഉണ്ടാക്കും എന്നുള്ള ആശങ്ക കലയെ അലട്ടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ വൈകേണ്ടതുണ്ടോ? ഉണ്ട്, ജീവന ഭീഷണിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വൈകാതെ തന്നെ ഞാനതിന് തീരുമാനമെടുക്കും. ജീവന ഭീഷണിയുണ്ട്. ഇപ്പം ഇത്രയും പൊതുജന മധ്യത്തിൽ ഇത്രയും ചെയ്യാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമല്ലോ. മക്കൾ എന്താണ് പറഞ്ഞത്? അവരെ ഭീഷണിപ്പെടുത്തിയോ ആരെങ്കിലും? അവർ ഭീഷണി എന്നല്ല, പക്ഷെ അവർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അവർ ബോൾഡാണ്. അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ അമ്മ ഇത്ര വർഷം ഇത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ട് അവസാനം അമ്മയ്ക്ക് കിട്ടിയ സമ്മാനം എന്നുള്ള നിലയ്ക്ക് ശരിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ 25 വർഷം പാർട്ടിയുടെ കൂടെ നിന്ന ആളാണ്. അവർക്ക് പാർട്ടി വിടാൻ തന്നെയാണ് അവരും ആവശ്യപ്പെടുന്നത് എന്നോട്. ഇത്രയും നാൾ നമ്മുടെ കൂടെ നിൽക്കാത്തൊരു പാർട്ടിയെ അമ്മയുടെ സ്വത്തിനോ അല്ലെ അമ്മയുടെ ജീവനോ അന്ന് മാനത്തിനോ വില പേശിയ ആളുകളുടെ കൂടെ അമ്മ എന്തിനാണ് ഇനി നിൽക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഒന്ന് ആലോചിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. പാർട്ടിയിലെ ആരെങ്കിലും ബന്ധപ്പെട്ടോ? അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം പാർട്ടിയുടെ മേൽഘടകത്തിലെ കലാരാജു ഉൾപ്പെടുന്ന ഘടകത്തിന് മേൽഘടകത്തിലെ ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നിന്ന് നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നു? കാരണം ഇത് ഇത്രയും വാർത്തയായതാണല്ലോ. ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പരാതി ഈ പറഞ്ഞ തലങ്ങളിലെല്ലാം കൊടുത്തിട്ടും ഈ 4 മാസം അവർ കാത്തിരുന്നു. നമ്മളും കാത്തിരുന്നു എന്താണ് ഇവരുടെ മറുപടി എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഇത് ചെയ്താതെ വന്നപ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ ഈ ഇത്രയും സംഭവം നടക്കുമ്പോൾ ഓക്കെ നമുക്കെല്ലാം റെഡി, നമുക്ക് എല്ലാം ചെയ്യാം എന്നൊരു വാക്ക് അതെനിക്ക് എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. കാരണം ഇന്നലെ ഉച്ച കഴിഞ്ഞാന്ന് തോന്നുന്നു നമുക്കെല്ലാം ഓക്കെ ആക്കാം എന്ന് പറഞ്ഞ. പക്ഷെ അത് ആ മറുപടി എനിക്ക് കിട്ടേണ്ടിയിരുന്നത് സമയം അത് കഴിഞ്ഞു. നമ്മുടെ ജില്ലാ സെക്രട്ടറിയാണ് വിളിച്ചത്. ജില്ലാ സെക്രട്ടറി ഉറപ്പ് തന്നില്ലേ? കാരണം അദ്ദേഹത്തിന് താഴെയാണല്ലോ ബാക്കി ഘടകങ്ങൾ വരുന്നത്. രതീഷ് ആയാലും ഒക്കെ ജില്ലാ ഘടകത്തിന് വിധേയമായി നിൽക്കുന്ന ആളുകളല്ലേ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതിനു മുൻപ് ഈ അവസാന നിമിഷത്തിൽ ഒരു ഉറപ്പ് നമ്മളത് ഇതിനെ ഒന്ന് മറയ്ക്കാൻ കാണുന്നൊരു മറയായിട്ടാണ് തന്നെയാണ് കാണുന്നത്. പ്രശ്നങ്ങൾ ഒഴിവാക്കി പോകാൻ ഉള്ളൊരു മറയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അവർക്ക് നമ്മളോട് ഇതിനു മുൻപ് അവസരങ്ങൾ ഏറെ ഉണ്ടായിരുന്നു. ഇതിന് ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. നമ്മളതെല്ലാം കാത്തിരുന്നതിന് ശേഷം, അല്ലാതെ നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം അല്ലെ എടുത്തു ചാടിയുള്ളൊരു ഒറ്റ ചോദ്യം കൂടി അവസാനമായി. ശ്രീമതി കലാരാജു, ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു, അത് അവർക്ക് വോട്ടെടുപ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതേ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണോ കലയുടെ തീരുമാനം? അതായത് CPIഎമ്മിന്റെ കൗൺസിലറാണ്, അപ്പോൾ ആ പദവിയിൽ തന്നെ തുടരാനാണോ തീരുമാനം? എന്നിട്ട് എതിരഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാനാണോ തീരുമാനം? നമുക്ക് ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെതായ നിയമ നടപടികളൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനെന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. നിയമോപദേശങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ പങ്കുവച്ചിരുന്നു? നിന്നുകൊണ്ട് അദ്ദേഹം ഒരു നല്ല വക്കീൽ കൂടിയാണ്. അവർ ഞാൻ പറഞ്ഞല്ലോ, അവർ നമുക്ക് അവിടെ ആണ് പ്രൊട്ടക്ഷൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നിരുന്നു. കാരണം വനിതകളടക്കം CPIഎമ്മിൻ്റെ കൗൺസിലർമാർ എന്നെ ഉന്തി പുരുഷന്മാരുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുത്ത സമയത്ത് ആ വനിതകൾ അവരുടെ ജീവൻ പണയം വെച്ച് തന്നെയാണ് അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്. അത് നമുക്ക് ഒരിക്കലും, അത് ശരിക്കും നമുക്കൊരു സ്ത്രീക്ക് വേണ്ടത് അവരുടെ അഭിമാനത്തെ പോവുകയാണോ കലാരാജു എന്നതാണ് അറിയേണ്ടത്. പക്ഷെ അതിൽ ആലോചിക്കാനുണ്ടെന്നാണ് കല പറയുന്നത്. ഇപ്പോഴും കല അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല. അതെ, തീരുമാനിച്ചാൽ മനസ്സൊന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിന് മറുപടി പറയും. ഓക്കെ, വളരെ നന്ദി ശ്രീമതി കലാരാജു. അസ്വസ്ഥയാണ്, മനസ്സിലായി. ഒരു ടേക്ക് റെസ്റ്റ്. എന്തായാലും ഞായറാഴ്ച ദിവസമാണ്, മക്കളോടൊപ്പം സന്തോഷമായിരിക്കൂ. കഴിഞ്ഞ ദിവസത്തെ വേദനകളൊക്കെ കലയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകട്ടെ.